ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വഖഫ് ബോർഡാണ്. അങ്ങനെയുള്ള ഒരു വഖഫ് ബോർഡിനെ എതിരായ വിമർശനം ഉയരുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ, അതായത് നമുക്കറിയാം, നേരത്തെ തന്നെ ക്രൈസ്തവ സംഘടനകൾ മുനമ്പത്തെ ജനതയോട് ഒപ്പം തന്നെയാണ്. അവിടെ മതസാമുദായികമായ സ്പർദ്ധകൾ എന്നതിനപ്പുറത്ത് എത്രയോ കുടുംബങ്ങൾ, ഏക്കർ കണക്കിന് ഭൂമി, അതിൽ അവർക്ക് ക്രയവിക്രയത്തിനുള്ള അവകാശം ലഭിക്കുക എന്നതാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം അവരോടൊപ്പമാണ്. ഈ വിഷയത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ നിലവിൽ സർക്കാർ ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ ഒന്നും പറ്റില്ല എന്ന സൂചനകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സമരക്കാർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പോലും ഇതൊന്നും അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നാണ്. ഇപ്പോൾ നേരത്തെ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും നമ്മൾ കേട്ട് കാണും. അത് കോടതി നടപടികളാണ്. എങ്കിൽ പോലും ഇതിലൊരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി കാണിക്കേണ്ടതുണ്ടല്ലോ. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ജോസ് കെ മാണി ഉൾപ്പെടുന്ന ഭരണപക്ഷത്തെ വലിയ വിമർശനം ഉന്നയിച്ചവരാണ് ഈ വി.ഡി. സതീശൻ. തീർച്ചയായും അത്തരം ആത്മാർത്ഥമായ ഇടപെടലുകളിൽ കൂടി മാത്രമേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരള സർക്കാർ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും അത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു വ്യവഹാരങ്ങളിലൂടെ ആണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ വാഗ്ദാനമായി വി.ഡി. സതീശനാണ് നൽകിയത് 10 മിനിറ്റ് എന്ന വാഗ്ദാനം. ഫലത്തിൽ അത് നടപ്പാകുന്നില്ല എന്നുള്ളതാണ് സർക്കാർ അധികാരത്തിലെത്തി ഇത്രയും സമയമെത്തുമ്പോഴും വ്യക്തമാകുന്നത്. മാത്രമല്ല, പുതിയ വഖഫ് ബോർഡിന്റെ നീക്കമനുസരിച്ച് ഇനി അത് വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിലാണ് ജോസ് കെ മാണി ഒരു കടുത്ത നിലപാട് പ്രഖ്യാപിക്കുന്നത്. അതായത് ഇടത് സർക്കാർ നിയോഗിച്ച അല്ലെങ്കിൽ നിയമിച്ച വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയാണ് ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്നാണ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ടത് BJP ആണ് നേരത്തെ ഈ നിലപാട് ആവർത്തിച്ചിരുന്നത്. അതായത് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ ഉള്ള ആത്മാർത്ഥത കാണിക്കുമോ സംസ്ഥാന സർക്കാർ എന്നതാണ് നേരത്തെ ചോദ്യം ആയി BJP നേതാക്കൾ, ഷോൺ ജോർജും ഒപ്പം തന്നെ കെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെല്ലാം ഉന്നയിച്ചിരുന്നത്. ആ ഒരു നിലപാടിലേക്ക് ഫലത്തിൽ ജോസ് കെ മാണിയും എത്തുന്നു എന്ന കൗതുകകരമായ രാഷ്ട്രീയമുണ്ട്. ഒന്ന്, ഇത് സഭകളെ ആകപ്പാടെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. സഭകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇക്കാര്യത്തിൽ ഈ വഖഫ് ബോർഡിനെതിരെ നിന്നുകൊണ്ടാണെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയം ചേർത്ത് പിടിക്കുക എന്നതാണ്. അത് ഇടത് സർക്കാർ നിയോഗിച്ചതാണോ? ഈ ഘട്ടത്തിൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടു കൂടി പോലും ഒരു പരിധിവരെ ഈ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നത് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി ഒരു അല്പം അകന്നു നിൽക്കുന്ന കാഴ്ചയാണ് സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം നേരത്തെ ഇടതുപക്ഷത്ത് ഭരിക്കുന്ന സമയത്ത് തുറന്നു പറയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ജോസ് കെ മാണി തുറന്ന് പറയാൻ തയ്യാറാകുന്നു. പക്ഷെ അത് BJPയുടെ ഒരു അഭിപ്രായത്തിന് സമാനമാണ് എന്ന കൗതുകകരമായ രാഷ്ട്രീയം അവിടെ ഉരുത്തിരിയുന്നുണ്ട്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തു തന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ പുതിയ സർക്കാർ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തും? പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഇതൊക്കെ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കാം എന്ന് പറയുന്ന വി.ഡി. സതീശൻ്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് അതങ്ങനെ 10 മിനിറ്റ് കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നത്? എന്ത് ഇടപെടൽ ആണ് നടത്താൻ പോകുന്നത്? അതാണ് മുനമ്പത്തുകാർ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.